എൻ്റെ പേര് ടിനോയ്. ഇതെൻ്റെ ഭാര്യയാണ് ഫെനീഷ. ഞങ്ങൾ വരുന്നത് കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തിയ പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. 2023 ഞാൻ ഖത്തറിലുണ്ടായിരുന്ന എൻ്റെ നല്ല ഒരു ജോലി റിസൈൻ ചെയ്ത് എനിക്ക് നാട്ടിലേക്ക് വരേണ്ടതായിട്ട് വന്നു. ഞാൻ അവിടെ സേഫ്റ്റി അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കമ്പനിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലം സാലറിയിൽ ഡിലേ ഉണ്ടാവുകയും അതൊരു 7 മാസത്തോളം സാലറി പെൻഡിങ് ആവുകയും അതേ തുടർന്ന് എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വരേണ്ടതായിട്ടും വന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നത്. ഞാനും വൈഫും കൂടെ ഇവിടെ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞത് എനിക്ക് കിട്ടാനുള്ള ആ ഒരു സാലറിയുടെ ഒരു പെൻഡിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ്സും കിട്ടാതാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതെല്ലാം എത്രയും വേഗം അമ്മ ശരിയാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ടെങ്കിലും ഒരു പൂർണ്ണമായിട്ടും അതിലൊരു വിശ്വാസം കൊടുത്തിട്ടല്ല, പൂർണ്ണമായിട്ടും അതിങ്ങനെ വിശ്വസിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംഭാഷണത്തിൽ ആളെന്നോട് ചോദിക്കുന്നു, ഇങ്ങനെ കിട്ടാനുള്ള ബെനിഫിറ്റ്സ് എല്ലാം കിട്ടിയോ എന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എന്നേലും ഒരു 6 മാസം മുമ്പേ റിസൈൻ ചെയ്തവരൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ പൈസ എങ്ങനെയെങ്കിലും വാങ്ങിയിട്ട് പോകണമെന്ന് കരുതിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ കരുതിയിരുന്നത് ഒരു 4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു കയറി വന്ന് എൻ്റെ കേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് സാലറി എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്നാണ് ഞാൻ, എൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ സംഭാഷണത്തിൽ ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായിരുന്നു, ഇങ്ങനെ ഇത് കിട്ടിയോ, ക്രെഡിറ്റ് ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പൈസ എന്തെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്നാലും 6 മാസം മുമ്പ് പോയിരുന്നവർക്കൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ 1 മാസം മുമ്പ് വന്ന് എനിക്ക് എങ്ങനെ കിട്ടും. അങ്ങനെ പറഞ്ഞ് ആ ഒരു സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ വെറുതെ എൻ്റെ ഫോണൊന്ന് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ബാങ്കിൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു, എനിക്ക് കിട്ടാനുള്ള എല്ലാ എമൗണ്ടും 2 ദിവസം മുന്നേ ക്രെഡിറ്റായി കിടക്കുന്നുണ്ട്. അത് പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. അങ്ങനെ ആ കിട്ടാനുള്ള എമൗണ്ടുകളെല്ലാം എനിക്ക് കിട്ടി. ഇത് മാതാവിൻ്റെ ഒരു ടൈം ഷോർട്ടനിങ് ആണെന്ന്, ടൈം ഷോർട്ടനിങ് വഴി മാതാവ് ഞങ്ങൾക്ക് തന്നൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതേ തുടർന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലിൽ ഒരല്പം ഒരു ഉയർച്ചയുണ്ടായി. എങ്കിലും ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. കാരണം ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പള്ളിയിൽ രാവിലെ തന്നെ പള്ളിയിൽ പോകേണ്ടത്, അതുപോലെ ബൈബിൾ വായന, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധാരണ രീതിയിലൊക്കെ പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുന്നായിരുന്നു. ഒരു 2024 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പൂർണ്ണബോധ്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പിറ്റേന്ന് മുതൽ തന്നെ എല്ലാവിധ തടസ്സങ്ങളും, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ഉറക്കത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി വിടും. അപ്പോൾ ഇതിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാതാവ് ഉടമ്പടി എടുത്ത് വന്നതിൻ്റെ പിറ്റേ ദിവസം മുതലേ തന്നെ സ്വിച്ചിട്ട പോലെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായനയിലേക്ക് കടന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, കാരുണ്യ പ്രവർത്തികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും, ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും വരാനായിട്ടിടയായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് വൈഫിന് ഒരു 22 വർഷമായിട്ട് അവൾക്കുണ്ടായിരുന്നിരുന്ന ഒരു അലർജി. അത് അലർജി എന്ന് പറയുമ്പോൾ എത്ര കണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് ആ അലർജി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡസ്റ്റോ അല്ലെങ്കിൽ കോൾഡോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അലർജിയിലേക്കാണ് പോകുന്നത്. അത് ഭയങ്കര ശക്തമായിട്ടുള്ള ചുമയാണ്. അങ്ങനെ ചുമച്ച് കഴിയുമ്പോഴേക്കും നെഞ്ചിൽ നീർക്കെട്ടുണ്ടാവും. അതിനെ തുടർന്ന് ചുമച്ച് ബ്ലഡ് വരെ തുപ്പുന്നൊരവസ്ഥയിലേക്ക് വരാൻ ഇടയാകും. അപ്പോൾ ഈ ചുമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിബയോട്ടിക്സ് ആയിട്ടുള്ള അസ്കോറിൽ എന്ന് പറഞ്ഞൊരു സിറപ്പാണ് ആൾ കഴിക്കുന്നത്. അത് കഴിച്ചു തുടങ്ങിയാലും ഒരു 2 ബോട്ടിലെങ്കിലും കഴിച്ചാൽ മാത്രമാണ് ഒരു ചെറിയൊരു ശമനമെങ്കിലും അതിൽ നിന്ന് കിട്ടുള്ളൂ. എങ്കിലും പിന്നീട് ഒരു 2 ആഴ്ച എടുത്തു കഴിഞ്ഞാലാണ് അത് മാറാറുള്ളൂ. അപ്പോൾ അതേ തുടർന്ന് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള തൈലവും
ഉപ്പും, ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല വിശ്വാസത്തോടു കൂടെ അത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പോലും അറിയാതെ അത് പെട്ടെന്ന് തന്നെ അത് മാറിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എപ്പോഴും ചുമയോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയാലും ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യമാണ് ഈശോയിൽ നിന്ന് മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നത്. രണ്ടാമതായിട്ട് ആളുടെ ചുണ്ടത്തൊരു ഹാർഡായിട്ടുള്ളൊരു ലംബ് വരികയും, അതിങ്ങനെ ലംബ് വന്നപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ ഉപ്പൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അത് മാറിപ്പോയില്ല. അങ്ങനെ മാറിപ്പോകാതിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടറുടെ അടുത്ത് പോയപ്പം ഡോക്ടർ പറഞ്ഞു ആ ലംബ് അത് ഇത്തിരി ഹാർഡാണ്, അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, ചിലപ്പോൾ അത് വായിൽ മുഴുവൻ പല സ്ഥലങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, അതിന് സർജറി വേണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് സർജറി എന്ന് കേട്ടപ്പോൾ വൈഫിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി വസ്തുക്കളിൽ വിശ്വസിച്ച് അത് പുരട്ടുക എന്നുള്ളതാണ്. അപ്പോൾ മുന്നേ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അവൾ വീണ്ടും അതിൽ വിശ്വസിച്ച് അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പൊക്കെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ മാറിപ്പോയി. ഞങ്ങൾ പോലും അറിഞ്ഞില്ല, അത് പിന്നീടാണ് ഞങ്ങളത് കാണുന്നത്. അത്ര പെട്ടെന്ന് അത് മാറിപ്പോയി. അതുപോലെ തന്നെ ഇങ്ങനെ രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ മക്കൾക്കും അങ്ങനെ രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവർ ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് അത് പറയാൻ സാധിക്കുന്നില്ല. അത് കുറച്ച് വലിയ സൗഖ്യങ്ങളൊക്കെ തന്നെയാണ്. 2023 ഞാൻ ഇവിടെ വന്നതിന് ശേഷം 2025 ഓഗസ്റ്റ് വരെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ച് അങ്ങനെ അധികം നിന്നിട്ടില്ല. കുറച്ച് നാൾ ഇവരെൻ്റെ ഒപ്പം അവിടെ ഖത്തറിലുണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നിൽക്കണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഉടമ്പടിയിലുമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഉടമ്പടി ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളറിയുന്ന പലരും വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് മാതാവ് ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു ജോലി വേണമെന്നായിരിക്കണം മറ്റുള്ളവർ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് മാതാവ് ഞങ്ങൾക്കൊരു ജോലി തരുന്നില്ല എന്ന് ഞങ്ങളറിയാവുന്നവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവണം. പലപ്പോഴും പലരും അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെയോ ഈശോയുടെയോ ഒരു സംരക്ഷണമില്ലായ്മ കൊണ്ടല്ല, അത് ഞങ്ങൾ നോക്കാതിരുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് കാര്യമായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തരാതെ ഞങ്ങളെ ഉടമ്പടി എടുത്ത ആ ദിവസം മുതലേ തന്നെ ഞങ്ങളെ കൈപിടിച്ച് കൂടെ നടത്തുകയാണ് ദൈവം. മാതാവ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സുഗന്ധ അഭിഷേകങ്ങളും അങ്ങനെ പല സയൻസൊക്കെ മാതാവ് ഇങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2025 ഒക്ടോബർ തുടങ്ങിയാണ് ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങുന്നത്, ഓരോ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പോയത്. വലിയ പ്രിപ്പറേഷനൊന്നുമില്ല. കാരണം ഞാൻ വന്നിട്ട് ഒരു 2.5 വർഷത്തോളം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ തന്നെ അതിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ജോലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം എന്നേക്കാളും അപ്ഡേഷൻസ് ഉള്ളവരും ജോലിയിലിരിക്കുന്നവരും അതുപോലെ തന്നെ എന്നേലും ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇൻ്റർവ്യൂവിന് വരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പോരായ്മ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ആ സമയത്തൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് ഞാൻ എൻ്റെ കഴുത്തിലാണ് ധരിക്കുന്നത്. അപ്പം അത് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് കയറുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചെറിയൊരു കുപ്പിയിൽ ഉപ്പ് ആ ചെറിയ കുപ്പിയിൽ ഇട്ടിട്ട് അതെൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് പോകുന്നത്. തൈലമൊക്കെ തേച്ച് പ്രാർത്ഥിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് അങ്ങനെ തന്നെ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ്. ഞാൻ വേറെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ വേറെ നോട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും റെഫർ ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. അവിടെ ചെന്ന് കഴിയുന്നതും ഇങ്ങനെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് എന്ന് എൻ്റെ ടേൺ വരുമ്പോൾ ഞാൻ കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കയറുന്ന ആദ്യ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു സൗദിയിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി എന്ന് പറഞ്ഞൊരു കൺട്രിയിലേക്ക് ഞാൻ ഒരിക്കലും പോയില്ല എന്നാണ് എന്നെ ഒരിക്കലും വിടല്ലേ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രത്യേകിച്ച് അത് എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് പോകണ്ട ആ ഒരു കൺട്രിയിലേക്ക്. അത്
കാര്യം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു കുർബാനയ്ക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് അവിടെ നടക്കില്ല. അതൊരു കാര്യമാണ്. പിന്നെ കൂടുതലും നമ്മൾ നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്തയും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇൻ്റർവ്യൂവിന് പോകുന്നത് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അങ്ങനെ പോയപ്പം ആ ഇൻ്റർവ്യൂവിനെ പങ്കെടുക്കാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആൾ ഒരു മിക്കവാറും ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന കോർപ്പറേറ്റ് ലെവൽ മാനേജർമാരും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്കിൽ കൂടെ ഞാനീ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവണേ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കയറിക്കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ വളരെയധികം കംഫർട്ടാക്കിയിട്ട് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു 90% നമ്മളുടെ ടെൻഷൻസ് എല്ലാം മാറും. അങ്ങനെ നമ്മളോട് ചിലപ്പോൾ ചോദ്യങ്ങൾ തന്നെ ചിലപ്പോൾ കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ്, അവിടെ എങ്ങനെയായിരുന്നു വർക്കുകളും കാര്യങ്ങളൊക്കെ പോയിരുന്നത്, എങ്ങനെയായിരുന്നു വർക്കിൻ്റെ സിനാരിയോ എങ്ങനെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ കിടക്കുന്നത് എത്രയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി, അങ്ങനെ ഒരു രീതിക്കാണ് പോകുന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിൽ നിന്നൊന്ന്, സൗദി ആയതുകൊണ്ട് ഞാൻ താല്പര്യമില്ലാണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒന്ന് ഞാൻ ആ ഇൻ്റർവ്യൂ കിട്ടിയ ആ ഒരു ജോബിൽ നിന്ന് ഞാൻ ഊരിപ്പോരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് പല ഇൻ്റർവ്യൂകളും വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആദ്യം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എനിക്കിതുപോലെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു കഴിവിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പോയി ഇതുപോലെ തന്നെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട മുമ്പേ തന്നെ ഞാൻ വളരെ ഡെസ്പായിരുന്നു, ഒട്ടും കംഫർട്ടല്ലായിരുന്നു ആ ഇൻ്റർവ്യൂ. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് എനിക്കിത് ഒട്ടും എന്നെ ഒന്ന് സെലക്ട് ചെയ്തെന്നൊന്നും പോലും പറഞ്ഞില്ല. ഇൻ്റർവ്യൂ ചോദിച്ച് ഓക്കെ അറിയിക്കാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ വ്യത്യാസം എനിക്കറിയാം. പിന്നീടുള്ള ഇൻ്റർവ്യൂകൾ എല്ലാത്തിലും ഞാൻ പോകുമ്പോൾ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചൊരുങ്ങി തന്നെയാണ് പോകുന്നത്. ബാക്കിയുള്ള എത്ര ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഏകദേശം ഒരു 6ഓളം ഇൻ്റർവ്യൂ ഞാൻ ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ 6 ഇൻ്റർവ്യൂവിലും ഒന്നിൽ പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല. വരുന്നവരൊക്കെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടും എന്നെ ഏതോ പരിചയമുള്ളത് പോലെയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ എനിക്കിത് തോന്നുന്നതാണോ അല്ലെങ്കിൽ എന്താണിത്, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിട്ടല്ല എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ പലരോടും പറയും ഇൻ്റർവ്യൂ നല്ലതായിരുന്നു, വളരെ ഫ്രണ്ട്ലിയാണ് ആളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ നിൽക്കും അവരുടെയും കൂടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനായിട്ട്. അതുപോലെ കയറിയ പലരും എന്നോട് പറഞ്ഞത് ഭയങ്കര ടഫായിരുന്നു ഇൻ്റർവ്യൂ, ഇതുവരെ ഞങ്ങളോട് ഇതുപോലെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, അത്രയും ടഫാക്കിയാണ് ആൾ ചോദിച്ചത്. കാരണം അങ്ങനെ ഒരാൾ ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവിടെ നിന്ന് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം, ഈശോയുടെ ഒരു അനുഗ്രഹം, മാതാവിൻ്റെ ഒരു മധ്യസ്ഥം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കുന്നു. കിട്ടണ ജോലികളെല്ലാം ഇങ്ങനെ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തന്നെ ഇപ്പോൾ ഈ 2026 ഫെബ്രുവരി മുതൽ ഞങ്ങൾ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരിയിൽ, അതായത് നീലത്തിരിയിലാണ് ഞങ്ങൾക്ക് കൂടുതലും അടയാളങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. ആ നീലത്തിരിയിൽ ഒരു തിരിയുടെ അറ്റം ഇങ്ങനെ 7 പോലെയാണ് ഞങ്ങൾക്ക് കാണാനിടയായത്. ആ സമയത്ത് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നൊന്നുമില്ല. പിന്നീട് ഒരു ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇവിടെ നിന്ന് പറയുകയുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ 7 ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, അത് ദിവസമാണോ മാസമാണോ എന്താണെന്നൊന്നും അറിയില്ല, ഒരു ഗോൾഡൻ 7 കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം മാതാവ് കാണിക്കുന്നതായിരിക്കും, ഞങ്ങളുടെ ഉള്ള അനുഗ്രഹത്തിനൊരു ഹിൻ്റായിരിക്കും അതെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നായിരുന്നു. അതിനുശേഷവും പലപ്പോഴായിട്ടും തിരിയിൽ ഇങ്ങനെ 7 എന്നുള്ള ഒരു നമ്പർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നീട് ഒരു ഇൻ്റർവ്യൂ വരാനിരുന്നത് 6ആം മാസത്തിൽ ഒരു അവസാനത്തെ ഒരു ഡേറ്റിലേക്കായിരുന്നു ആ ഇൻ്റർവ്യൂ വരാനുള്ളത്. ആ ഇൻ്റർവ്യൂ പെട്ടെന്ന് ഒരു ദിവസം പറയുന്നു 7ആം മാസം, അതായത് ജൂലൈ 1-ാം തീയതിയാണ് ആ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അതായത് 7ആം മാസത്തിലേക്ക് കടന്ന ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതും സൗദി തന്നെയാണ്. അപ്പം ഇങ്ങനെ 7 എന്നുള്ളൊരു നമ്പർ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് എന്തായാലും പോയി, ഇതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പോയത്. മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂവറാണ് എനിക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോട് ഇതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പലപ്പോഴും ഞാൻ സ്റ്റക്കാവുന്നൊരു അവസരങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട് ആ സമയത്ത്. എങ്കിലും അദ്ദേഹം തന്നെ അതിനുള്ള സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തന്നു. ഇതിന് ശേഷം പഴയ ഇൻ്റർവ്യൂ പോലെ തന്നെ എത്രയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി അങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മളോട്. അപ്പം ഇത് ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന HSC അഡ്വൈസർ എന്നുള്ള പൊസിഷനിലും ഒരു സീനിയോറിറ്റി ഉള്ള ഒരു പൊസിഷനിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയുണ്ടായി. അതും മാതാവിൻ്റെ വലിയൊരു മാധ്യസ്ഥം മൂലം ഈശോയുടെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
അങ്ങനെ ആ 7-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഓഫർ ലെറ്റർ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വരും. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ഓരോ 3 മാസം കൂടുമ്പോഴും ഞങ്ങൾ ഉടമ്പടി പുതുക്കും. അങ്ങനെയൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നാണ്. പ്രാർത്ഥിച്ച് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. തിരിച്ചു പോകുന്ന വഴി അത് 7-ാം തീയതി തന്നെയാണ്. തിരിച്ചു പോകുന്ന ആ വഴിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതും എനിക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാതാവ് തന്നൊരു ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ 2/7 എന്നുള്ള 7-ാം മാസത്തിൽ 7-ാം തീയതിയാണ് എനിക്ക് ആ ഓഫർ ലെറ്റർ എനിക്ക് ജോലി ശരിയാവുന്നതും ആ ഓഫർ ലെറ്റർ ലഭിക്കുന്നതും പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോടുകൂടെയാണോ ഞാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി എന്നൊരു സ്ഥലം എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. പലരും പറഞ്ഞത് അവിടെ വളരെ ഡെവലപ്ഡായി ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കുറേ പ്രൊജക്റ്റുകളും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പലരും പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പല ശ്രമങ്ങളും നടത്തി വയ്ക്കുകയായിരുന്നു. പക്ഷേ ആരോട് ചോദിച്ചാലും അതിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശങ്ങളാണ് അത് പറയുന്നത്. കൂടാതെ ബൈബിളിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള വചനങ്ങളാണ് കിട്ടുന്നത്. അപ്പം ഞാനത് തീർച്ചയായിട്ടും മാതാവിൻ്റെയും ഈശോയുടെയും എൻ്റെ ഇഷ്ടത്തെക്കാളുപരി മാതാവിനും ഈശോയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാനത് ആ ജോലി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇപ്പം എൻ്റെ വിസ വന്നിട്ടുണ്ട്. ടിക്കറ്റോ കാര്യങ്ങളൊന്നും എന്നത്തേക്കാണെന്ന് അറിയില്ല. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അത് ഇവിടെ കൃപാസനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ മാസവും വരും. അപ്പം ഓരോ മാസങ്ങൾ വരുമ്പോൾ ചിലപ്പം നേർച്ച വസ്തുക്കൾ, പത്രങ്ങൾ അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് പോകും. അപ്പം അന്നാണ് ഒരു രൂപം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത്. മാതാവിൻ്റെ രൂപം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പത്രം, കാശ് രൂപം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിൽ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് പോകുന്നതിന് നേരത്ത് കാറിൽ വെക്കുന്ന നേരത്ത് പാർസൽ ട്രേയുടെ അവിടെ വെക്കാനായിട്ടാണ് ഞാൻ പോയത്. അപ്പം വെയിലടിച്ചത് കൊണ്ട് മാതാവിനൊരു വെയിലത്തിരിക്കണമല്ലോ എന്ന് കരുതിയപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ ലിറ്ററലി ഞാൻ പറയുക തന്നെ ഉണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഇങ്ങനെ വെയിൽ കൊണ്ടിരിക്കണ്ട, ഒരു കാര്യം ചെയ്തോ, നീ സേഫായിട്ട് ഇവിടെ ഡിക്കിയിലിരുന്നോ, ഡിക്കിയിലാണ് വെക്കുന്നത് ഞാൻ. അപ്പോൾ അവിടെ സേഫായിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടർക്കിയൊക്കെ വിരിച്ച് അവിടെ പത്രങ്ങളും അതുപോലെ ഈ മേടിച്ച ഈ നേർച്ച വസ്തുക്കളും രൂപവും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോയി ഞങ്ങൾ കുത്തിയതോട് ഭാഗം ആയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ റോഡ് പണി അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം കുത്തിയതോട് ഭാഗമായിട്ടുണ്ടാകും. ആ ഭാഗത്ത് ഒരു വണ്ടി നിർത്തി ഒരു ചെറുതായിട്ട് സ്ലോ ചെയ്തപ്പോൾ ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് ബാരിയർ ഇരിക്കുന്നു റോഡിൽ. അങ്ങനെ ഞാൻ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തിയ ഉടനെ തന്നെ വലിയൊരു ശബ്ദമാണ് കേട്ടത്. ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് വേറൊരു വണ്ടി വന്ന് ഇടിച്ചു. ആ ഇടിച്ച സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന വണ്ടിയാണെങ്കിൽ കൂടെ അത് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പിള്ളേരും ഞാനും ഡാഡിയും മമ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ആ സമയത്ത് വണ്ടി പെട്ടെന്ന് മൂവായി ഫ്രണ്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ദൈവമേ എൻ്റെ ഒരു 10-20,000 രൂപ പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുണ്ടായത്. അപ്പം ഞാൻ വന്ന് ശരിക്കും വണ്ടിയുടെ ബാക്കിൽ വന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു. ഗൂസ് ബംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. ഭയങ്കര ഒരു അത്ഭുതമാണ് അത്. കാരണം ഒരു പോറൽ പോലും ഞങ്ങളുടെ വണ്ടിക്ക് ഏറ്റിട്ടില്ല എന്ന് മാത്രമല്ല, വന്ന് ഇടിച്ച വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ബോണറ്റിൻ്റെ ക്ലിപ്പൊക്കെ ഇളകി അത് വിട്ടിട്ടുണ്ടായിരുന്നു, നമ്പർ പ്ലേറ്റൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷനാണ്. മാതാവ് ഞങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ, ഞങ്ങളുടെ വണ്ടിക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് അതിനെ തടഞ്ഞു നിർത്തി എന്ന് തന്നെയാണ് ഞാനത് വിശ്വസിക്കുന്നത്. എനിക്ക് ഈ ഉടമ്പടിയിൽ നിൽക്കുന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, നമ്മളാദ്യം ഉടമ്പടിയോടെ വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 6 കാര്യങ്ങൾ എഴുതുന്നതോടത്ത് നമുക്കൊരു 600 കാര്യങ്ങൾ എഴുതാനുണ്ടാവും. ഞങ്ങളും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എഴുതിയിരുന്നത്. പിന്നീടുള്ള 2ാമത്തെ ഉടമ്പടി തുടങ്ങിയൊക്കെ 2ാമത്തെ 3ാമത്തെ ഉടമ്പടിയൊക്കെ തുടങ്ങി ഞങ്ങളുടെ കാര്യങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ദൈവികമായ കാര്യങ്ങളാണ് ആദ്യം കൂടുതലും എഴുതിയിരുന്നത്. അതായത് എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കാനും നിത്യത വരെ ഞങ്ങൾക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാനും വേണ്ട ഒരു കൃപ തരണം, മാതാവ് എപ്പോഴും കൂടെ ഉണ്ടാവണം, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം എഴുതുന്നത്. പിന്നീടാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഉടമ്പടിയിൽ നമ്മൾ ഒരു വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാലും ദൈവം അതൊരിക്കലും മറക്കില്ല. മാതാവ് അത് ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും ദൈവം മറക്കില്ല. നമ്മൾക്ക് എപ്പോഴാണെങ്കിലും അത് ദൈവം തരും. പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ വൈകുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഭയങ്കര ഡിലേ ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഡിലേ വരുന്നത് ചിലപ്പോൾ ദൈവം എന്താണ് നമുക്ക് തരുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം തരാൻ വേണ്ടിയിട്ടാണ്
ഏറ്റവും നല്ല കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം അത്രയും ഒരു ഡിലേ എടുക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം തരുന്നതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാവുമായിരിക്കാം. അങ്ങനെയാണ് എനിക്കത് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ശരിക്കും നമ്മൾ വിശ്വസ്തരായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ദൈവം. ഏറ്റവും ഉപരി എനിക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവിക കാര്യങ്ങളിലൊക്കെ പിന്നോട്ടായിരുന്ന ഒരാളാണ്. ഞാൻ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോവും. അത് ഇതുപോലെ തന്നെ പള്ളിയിൽ കുർബാനയൊക്കെ തുടങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും പള്ളിയിലെത്തുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ദൈവിക കാര്യങ്ങൾക്കൊരു അത്ര ശ്രദ്ധ കൊടുക്കാതിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമെങ്കിലും അതും ഇങ്ങനെ ഒരു നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഒരു രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു കൂടുതലും. എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. വലിയ ശ്രദ്ധയൊന്നും ഇല്ലാണ്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു. കുർബാനയും അതുപോലെ തന്നെ നമ്മുടെ കുമ്പസാരവും അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ, നമ്മൾ എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ വെറുതെ വേസ്റ്റായി പോകുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക്, നല്ല ദൈവം കേൾക്കുന്ന രീതിയിൽ, നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടുകൂടെ നമുക്ക് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊരു ചിന്ത അങ്ങനെയാണ് ഉണ്ടായത്. അതേ തുടർന്ന് പള്ളിയിൽ പോകുമ്പോഴും നമ്മൾ കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കുർബാന എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും, പല അച്ഛന്മാരുടെ നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കുർബാന എന്താണ്, അതെങ്ങനെയാണ് പങ്കുകൊള്ളേണ്ടത്, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ. പിന്നീട് അങ്ങനെയുള്ള വീഡിയോകളും ഇവിടെ നിന്നുള്ള സാക്ഷ്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ബാക്കിയുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള മറ്റുള്ള വീഡിയോകൾ അതൊന്നും കാണാനായിട്ടുള്ളൊരു എഫേർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് കണ്ടുപോയിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കുർബാന എന്താണ്, അതെങ്ങനെ ഉൾക്കൊള്ളണം, അത് കുമ്പസാരം എങ്ങനെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും കുമ്പസാരങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രങ്ങളും കാശ് രൂപമൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ആ പത്രങ്ങൾ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ആ പത്രം ഞങ്ങളുടെ നടയിൽ വെച്ച് അത് പ്രാർത്ഥിച്ച്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തൈലം തേച്ചിട്ടാണ് ഞങ്ങളത് മടക്കുന്നത്. അത് മടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ആ പത്രങ്ങളൊക്കെ മടക്കുന്നത്. അങ്ങനെ മടക്കിയതിന് ശേഷം ഞങ്ങൾ ദൈവവചനം അതിനകത്ത് എഴുതും. ചിലപ്പോൾ 2 or 3 ദൈവവചനങ്ങൾ ആ പത്രത്തിൽ, ചിലപ്പോൾ 3 or 4 കെട്ടോ അല്ലെങ്കിൽ 3 കെട്ടൊക്കെ ഉണ്ടാവുള്ളൂ പത്രം. ഒരുപാട് പത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. എങ്കിലും ആ പത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ദൈവവചനങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിച്ച് അത് കിട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ആ പത്രങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നത്. വിതരണം ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിലൊക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അവിടെ ആരും അറിയിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ വരുന്നവർക്കൊക്കെ മിക്കവരും ഉടമ്പടിയെ പറ്റി അറിയുന്നവരൊക്കെയാണ്. അപ്പം കൂടുതൽ പേരെ എങ്ങനെ അറിയിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നുള്ള സാക്ഷ്യങ്ങളും ധ്യാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടെ ഇത് കൂടുതൽ പേരിലേക്ക് എത്തണമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ നേരിട്ട് ഇറങ്ങി തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയും, അതുപോലെ അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്ക് പോവുകയും അവിടെ ഞങ്ങൾ നടന്ന് പത്രങ്ങൾ ഞങ്ങളുടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ എങ്ങനെ ഉടമ്പടി എടുക്കണം, എന്താണ് ഉടമ്പടി എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട്, ഒരു തെറ്റിദ്ധാരണയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെയും ഒരു ദുരനുഭവങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചിലപ്പോൾ ചെല്ലുമ്പോഴൊക്കെ അവരുടെ വീടിൻ്റെ കോമ്പൗണ്ടിലൊക്കെ എഴുതിയിരിക്കും. ചിലപ്പം അവരുടെ ജാതിയുടെ പേര് നായർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും ചിലപ്പം. അപ്പം ഞങ്ങളപ്പോൾ അത് കയറി നമ്മൾ ഈ പത്രം കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചമ്മലോടാണ് ചേരുന്നത്. പക്ഷേ അങ്ങനെ കയറുമ്പോൾ പോലും അവർ നമ്മളെക്കാൾ ഭക്തിയിലാണ് ആ പത്രം വന്ന് വാങ്ങിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഞാൻ അമ്മയുടെ അടുത്ത് പോകാറുള്ള ആളാണ്, അങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ഒരു മടിയും വേണ്ട, എനിക്കത് തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെയാണ് പത്രങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഈ പത്രങ്ങൾ കൊടുത്തവർക്ക് വേണ്ടിയിട്ട് അവരെ സമർപ്പിച്ചുകൊണ്ട് കൊന്തയെല്ലാം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പോരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും അല്ലാതെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള പ്രയറുകളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഇടയ്ക്കാണ് ഞങ്ങളിങ്ങനെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ, കുടുംബ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ മുട്ടയിൽ നിന്ന് തന്നെയാണ് പ്രാർത്ഥന എത്തിക്കുന്നത്. അപ്പോൾ ഈ സമ്പൂർണ്ണ ജപമാല ഞങ്ങൾക്ക് അങ്ങനെ ചെല്ലിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് വേണ്ടിയിട്ട് ഒരുങ്ങി ഞങ്ങളങ്ങനെ സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചൊല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഒരു മാതാവിൻ്റെ ഒരു പ്രസൻസ് നമുക്കത് ഇപ്പോൾ ഞാൻ ഈ അവസാനത്തെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ നമുക്കത് പല രീതിയിൽ നമുക്കിപ്പോൾ ഒരു സുഗന്ധാഭിഷേകമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് വളരെയധികം നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ
ഞങ്ങൾക്ക് തിരിയിലും ഇതുപോലെ തന്നെ തിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തിരി ഇങ്ങനെ ആളുകയും അതിനകത്ത് ഇങ്ങനെ മാതാവിൻ്റെ ഒരു രൂപം ഞങ്ങൾക്ക് അതിൽ തെളിഞ്ഞ് കാണാനായിട്ട് ഇടയായി. അങ്ങനെ 2 തവണ സംഭവിച്ചിട്ടുണ്ട്. നീലത്തിരിയിൽ ഒരു തവണ വന്നിട്ടുണ്ട്, പിന്നെ ഒരു സാധാരണ തിരിയിലാണ് അങ്ങനെ വന്നത്. അങ്ങനെ 2 തവണ ഞങ്ങൾക്ക് അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 7 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് തിരിയിൽ മാത്രമല്ല, ഒരിക്കലും ഇങ്ങനെ ക്ലൗഡിലും അത് കാണുകയുണ്ടായിരുന്നു. 7 എന്ന് പറഞ്ഞ നമ്പർ ആകാശത്ത് ഇങ്ങനെ കണ്ടായിരുന്നു. അത് വൈഫാണ് ആദ്യം കണ്ടത്. അവൾ പുറത്തു പോകുന്ന സമയത്താണ് കണ്ടത്. അപ്പം അതിനുശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതാരും വിശ്വസിച്ചില്ല. പ്രത്യേകിച്ച് ഞാനും അത്ര വലിയത് കാര്യമൊന്നും ആക്കിയില്ല. പിന്നീട് ഒരിക്കലും അവൾ ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. ആളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കും കൂടെ കാണാവുന്ന രീതിയിൽ എനിക്കത് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു ക്ലൗഡിലൊരു 7 തെളിഞ്ഞു വരികയും അതിനെ തുടർന്ന് അവളത് ഫോട്ടോ എടുക്കുകയും ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരികയും ചെയ്തു. അപ്പം അങ്ങനെ അടയാളങ്ങൾ, പല വിധത്തിലുള്ള അടയാളങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ മാതാവ് ശരിക്കും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി. ഞാൻ എൻ്റെ വഴിയിലൂടെ തന്നെയാണ് നിങ്ങൾ നടക്കുന്നതെന്നുള്ളതിനുള്ളൊരു തെളിവുകൾ തന്നിട്ടാണ് മാതാവ് നമ്മളെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് മാതാവ് വഴി ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. ടിനോയ് തൻ്റെ ജീവിത പങ്കാളിയുമൊത്ത് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് അവരുടെ ജീവിതത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടതിൻ്റെയും ഈശോ അവരെ കൈതൊട്ട് സൗഖ്യപ്പെടുത്തിയതിൻ്റെയും ഈശോ അവരെ തന്നെ കൂടെ കൊണ്ടു നടക്കുന്നതിൻ്റെയും വലിയ അത്ഭുതമാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത്. ഖത്തറിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ ഉടമ്പടി ജീവിതത്തിലുടനീളം അവർക്ക് അനുഭവവേദ്യമായി എന്നാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറയുന്നത്. ഉടമ്പടി ഉടൻ പരിഹാരമാണ് എന്ന് നമുക്കറിയാം. ഇതൊരു സയൻറ്റിഫിക്കായി ക്രമീകരിച്ചിരിക്കുന്ന ജീവിത രീതി കൂടിയാണ്. അതാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത്. ഞങ്ങളുടെ പഴയ മനുഷ്യനെ ഞങ്ങൾ ഇപ്പോൾ ഉരിഞ്ഞു കളഞ്ഞു. ഞങ്ങളുടെ എല്ലാ ആത്മീയ ജീവിതത്തിന് വളരെയധികം ക്രമവും ചിട്ടയും ഒരു ഡിസിപ്ലിനും വന്നു എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. ഉടമ്പടി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ്. എന്നെങ്കിലും എന്നെ സ്നേഹിക്കും, ഒരു ജനത എന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് ദൈവപിതാവിൻ്റെ ഒരു വലിയ സ്വപ്നം. അങ്ങനെ ദൈവം സ്വപ്നം കണ്ട് ദൂർത്തുപുത്രനെ പോലും തിരിച്ചു വിളിക്കുന്ന അനുഭവങ്ങളാണ് എല്ലാ ദിവസവും നാം സാക്ഷ്യങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ടിനോയ്ക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ പെൻഡിങ് സാലറി ഉടമ്പടിയിൽ എടുത്ത ഉടനെ തന്നെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നെറ്റിലേക്ക് ആ സാലറി കയറി വന്നതും സൗദി വിസ നാളെ അദ്ദേഹം പോവുകയാണ്. സൗദി വിസ അദ്ദേഹത്തിന് എത്ര പെട്ടെന്നാണ് സാധ്യമായത്. അതിൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കൂടെ നിന്നത്. അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, വളരെ ശക്തമായ സൗഖ്യം അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് നൽകിയത്, 22 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി ചുമ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ വളരെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് അപ്രത്യക്ഷമായി എന്ന് അദ്ദേഹം ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു ഗോൾഡൻ 7 ഒരുപാട് സാക്ഷ്യങ്ങളാണ് ഇവിടെ പലരും ഏറ്റുപറഞ്ഞിരിക്കുന്നത്. അത് ആകാശത്തിലും മേഘങ്ങളുടെ ഇടയിലും ആ നമ്പർ 2 പ്രാവശ്യം അവർക്ക് കാണപ്പെടുവാനായിട്ട് സാധ്യതയുണ്ടായി. അവർ യാത്ര ചെയ്യുമ്പോഴും കാർ ആക്സിഡൻറ്റ് ഇവരുടെ വാഹനം വന്നിടിച്ചിട്ടും ഇവർക്ക് ഒരു പുറലു പോലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിൽ, അവരുടെ വാഹനത്തിൽ തന്നെ അമ്മയുടെ സാമീപ്യം ഇവിടെ നിന്ന് പോകുമ്പോഴുണ്ടായിരുന്നു. ആ ഇടിച്ച വണ്ടിയാണ് വളരെയധികം ഡാമേജ്ഡായി എന്ന് പോലും അവർക്ക് വളരെ വ്യക്തമായ രീതിയിൽ പരിശുദ്ധ അമ്മ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഈശോയെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഓരോ സമയവും നാം ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്ക് ഈശോയെ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ മാത്രം വളരെ സ്നേഹത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ ഒരിക്കലും വീണുപോയാൽ അവരുടെ സ്ഥിതി മുൻപത്തേതിനേക്കാൾ മോശമായിരിക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ പക്ഷത്താണെങ്കിൽ നമുക്ക് ആരും എതിര് നിൽക്കുകയില്ല എന്ന് റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 31-ാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ടിനോയ് ഇവിടെ വളരെ ശക്തമായി ഏറ്റുപറയുകയാണ്. അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി ഈശോയിലേക്ക് വീണ്ടും അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.